ഹലോ, നമ്മുടെ ചാനലിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മൾ ഇന്ന് എന്തിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നതെന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഹെയറിൻ്റെ ഫ്രിസ്നെസ് ഒക്കെ മാറ്റി അതേപോലെ തന്നെ എൻ്റെ ടെക്സ്ചറൊക്കെ മാറ്റാനായിട്ട് ഞാൻ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. അതേപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചറിനനുസരിച്ച് നമ്മുടെ സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ഷാമ്പൂ കണ്ടീഷണറൊക്കെ സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ അനുസരിച്ച് എൻ്റെ ഹെയറിന് ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് ഏതാണെന്നും അതിനെക്കുറിച്ചിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ്. ശരിക്കും ഞാൻ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ പറയാം, ഒരിക്കലും ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യമോ ഒന്നുമല്ല. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്നെപ്പോലെ ഫ്രിസി ഹെയർ ഉള്ളവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ സമയം കളയാതെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മുടി ഫ്രിസി ഹെയറാണ്. ഈ ഫ്രിസി ഹെയർ ഉള്ളവരുടെ പ്രശ്നം ഷാമ്പൂ തലയിൽ തൊടാൻ പറ്റത്തില്ല. കാരണം ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രിസി ആയിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കും മുടി, അഴിച്ചിടാനൊന്നും പറ്റത്തില്ല. നമുക്ക് എപ്പോഴും ഈ ഓയിൽ തേച്ച് ഹെയർ ഇട്ടിരിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കാം. കാരണം മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഓയിൽ തേക്കുമ്പോഴേക്കും ഫ്രിസി ഹെയർ കുറച്ചെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓയിലിൻ്റെ അളവ് നമ്മുടെ സ്കാൽപ്പിൽ കൂടുമ്പോൾ ഡാൻഡ്രഫിൻ്റെ പ്രശ്നത്തിനൊക്കെ കാരണമാവുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് ഞാൻ എൻ്റെ ഹെയറിൻ്റെയും അതേപോലെ സ്കാൽപ്പിൻ്റെയും കണ്ടീഷൻ അനുസരിച്ചിട്ട് ഞാൻ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ പ്രോഡക്ട്സിലൊക്കെ ഭയങ്കര ഹൈപ്പായി നിൽക്കുന്ന ഒരു കമ്പനിയാണ് ലോറിയൽ പാരിസ്. ലോറിയൽ പാരിസിൻ്റെ ഹൈലുറോൺ മോയ്സ്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഷാമ്പൂ ആണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ടാണ് ശരിക്കും എൻ്റെ മുടിയുടെ ടെക്സ്ചറൊക്കെ മാറി തുടങ്ങിയത് കേട്ടോ. നമ്മൾ ഒരു സാധനം, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു, ഒരു സാധനം 1-2 പ്രാവശ്യം ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. കണ്ടിന്യൂസ് ഒരു 5-6 വട്ടം നമ്മൾ ഉപയോഗിക്കുമ്പോഴേ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടി തുടങ്ങത്തുള്ളൂ. അപ്പോൾ എൻ്റെ മുടി ഏകദേശം ഒരു, ഞാൻ പറഞ്ഞല്ലോ, 1.5 ആഴ്ചത്തെ റിസൾട്ടാണ്. ആ 1.5 ആഴ്ചക്കിടയിൽ ഞാൻ 3 വട്ടം ഹെയർ വാഷ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ 3 വട്ടം ഉപയോഗിച്ചപ്പോൾ തന്നെ എൻ്റെ മുടിയുടെ ടെക്സ്ചറൊക്കെ ഏതാണ്ട് ഒരു വിധമൊക്കെ മാറി. അപ്പോൾ ഈ ഹൈലുറോൺ എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹൈലുറോണിക് ആസിഡ്. ഹൈലുറോണിക് ആസിഡ് ഡ്രൈ സ്കിന്നുകാർക്ക്, സ്കിന്നിനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും ബെസ്റ്റാണ്. മോയ്സ്ചർ ലോക്ക് ചെയ്യാനായിട്ട് നല്ലൊരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഹൈലുറോണിക് ആസിഡ്. അതേപോലെ തന്നെ ഈ ഷാമ്പൂവിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഹൈലുറോണിക് ആസിഡാണ്. ഹൈലുറോണിക് ആസിഡ് നമ്മുടെ മുടിയിലെ മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതിൽ അവർ എഴുതിയിരിക്കുന്നത് 72 hours മോയ്സ്ചറൈസിങ് ഷാമ്പൂ എന്നാണ് ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായും നിങ്ങളത് ഉപയോഗിച്ച് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചായിരുന്നു എൻ്റെ മുടി ഷാമ്പൂ ഇട്ട ശേഷമുള്ള എൻ്റെ മുടിയുടെ കണ്ടീഷൻ. അങ്ങനെയല്ല ശരിക്കും ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മുടി ഇരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ അവരുടെ ഈ ലോറിയൽ പാരിസിൻ്റെ തന്നെ കണ്ടീഷണർ 72 hours മോയ്സ്ചറൈസിങ് ഹൈലുറോണിൻ്റെ കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനെല്ലാം പുറമേ നമ്മുടെ മുടിയുടെ ടെക്സ്ചറിനെ ഒന്നുകൂടി അതായത് നമ്മുടെ മുടിയിലെ മോയ്സ്ചറൈസ് ലോക്ക് ചെയ്യാനായിട്ട് ഒരു അടിപൊളി സാധനം ഇവരുടെ തന്നെ ഉണ്ട്. ലോറിയൽ പാരിസിൻ്റെ തന്നെ ഹൈലുറോൺ മോയ്സ്ചർ നൈറ്റ് ക്രീം, ഹൈഡ്രേറ്റിംഗ് നൈറ്റ് ക്രീം ആയിട്ട് അടിപൊളി പ്രോഡക്റ്റാണ്. ശരിക്കും ഇത് ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾ അറിയേണ്ടത്. നമ്മുടെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയറിൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് ആ ഒരു സമയത്ത് തന്നെ നമുക്കൊരു ഫീൽ കിട്ടും. ഭയങ്കര ഹൈഡ്രേറ്റ് ആണ്, അതിന് ഭയങ്കര സോഫ്റ്റ് ആക്കും കേട്ടോ നമ്മുടെ ഹെയർ. അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ ഫ്രിസി ഹെയർ ഉള്ളവരൊക്കെ മസ്റ്റ് ട്രൈ ഒരു സാധനമാണിത്. ഒരിക്കലും പെയ്ഡ് പ്രൊമോഷനല്ല, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്, പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. ഇത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിൽ നല്ല ഡീപ്പായിട്ട് ഓയിലിംഗ് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഡീപ്പായിട്ടൊരു ഓയിലിംഗ് കൊടുത്തതിന് ശേഷമാണ്, ഒരു 1 hour കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ മുടി നന്നായിട്ട് ഡീറ്റാംഗ്ലിങ് ചെയ്ത ശേഷം നന്നായിട്ട് ഓയിൽ സ്കാൽപ്പിലും ഹെയറിലൊക്കെ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത ശേഷമാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. ഓയിലിംഗ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ മുടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഇപ്പം 3ാമത്തെ ദിവസമാണ് കേട്ടോ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട്. ഞാൻ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. 2 ദിവസം മുന്നേ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടതാണ്. ശരിക്കും നമ്മൾ ഡീറ്റാംഗ്ലിംഗ് ഒക്കെ കുറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ. ഒരുപാട് അങ്ങ് മുടി ജടകെട്ടി കിടക്കുകയൊന്നുമില്ല. നമുക്ക് ചീപ്പൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് മാനേജ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു മുടി. കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ പഴയ മുടിയുടെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ മുടി എങ്ങനെയായിരുന്നു എന്നുള്ളത് നേരത്തെ. അതായത് ഈ ലോറിയൽ പാരിസ് യൂസ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ മുടി എങ്ങനെയായിരുന്നു, അത് ഞാൻ ഓയിലിട്ട മുടിയുടെ ഫോട്ടോയും കൂടെ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഷാമ്പൂ ആ ഒരു സമയത്ത് ഷാമ്പൂ ഇടുമ്പോഴുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഈ ഷാമ്പൂ കണ്ടീഷണർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഹെയറിൽ നന്നായിട്ട് ഓയിലൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇതിനി ഒരു 1 hour കഴിഞ്ഞിട്ടാണ് ഞാൻ ഹെയർ വാഷിങ് തുടങ്ങുന്നത്. ശരിക്കും ഈ സ്കാൽപ്പൊക്കെ എനിക്ക് തെളിഞ്ഞിരിക്കുന്നത് ഡാൻഡ്രഫൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡാൻഡ്രഫ് കാരണം നല്ല മുടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഡാൻഡ്രഫൊക്കെ ഇപ്പം കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഹെയർ ഫോളും എനിക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയെങ്കിലും സ്കാൽപ്പിലൊക്കെ മുടി വളരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നന്നായിട്ട് ഞാനിപ്പോൾ ഓയിലിങ് ചെയ്തെടുത്തിട്ടുണ്ട് മുടി. ഇനി 1 അവർ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ മുടി ഫ്രണ്ടിലോട്ടിട്ടിട്ട് വെള്ളം ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഷാമ്പൂ ചെയ്യുന്നതിന് മുന്നേ മുടി നന്നായിട്ട് വെള്ളം നനച്ച് കൊടുക്കണം. മുടിയൊക്കെ ഒന്ന് നനച്ച് കൊടുത്ത ശേഷം ഞാൻ ഷാമ്പൂ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച ലോറിയൽ ഹൈലറോണിൻ്റെ മോയ്സ്ചറൈസിങ് ലോക്ക് ചെയ്യുന്ന ആ ഒരു ഷാമ്പൂ നമ്മളെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഷാമ്പൂ ഞാൻ കയ്യിൽ ഒരല്പം എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത ശേഷം സ്കാൽപ്പ് നന്നായിട്ട് മസാജ് എടുക്കുന്നുണ്ട്. അപ്പം സ്കാൽപ്പിലുള്ള എണ്ണയുടെ ആ ഒരു അംശമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ ഡാൻഡ്രഫ് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ മുടിയിലെയും സ്കാൽപ്പിലെയൊക്കെ എണ്ണയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുന്നുണ്ട്. ശേഷം ഇനി ആ ഷാമ്പൂ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കളയുന്നുണ്ട്. മുടി വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രണ്ടിലോട്ടിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. എന്നാലേ വെള്ളം നമ്മുടെ ഹെയറിൻ്റെ എല്ലാ ഭാഗത്തും ചെന്നെത്തിയിട്ട് നന്നായിട്ട് അഴുക്കൊക്കെ പോകത്തുള്ളൂ. ഇനി വെള്ളം വെച്ച് വാഷ് ചെയ്ത ശേഷം അടുത്ത് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഒരു കോയിൻ സൈസ് എമൗണ്ട് കണ്ടീഷണർ ഞാൻ എടുത്തിട്ട് 2 കൈയിലോട്ടാക്കിയിട്ട് മുടിയൊക്കെ 2 സെക്ഷൻ ആക്കിയിട്ട് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സ്കാൽപ്പിൽ കണ്ടീഷണർ ആകാൻ പാടില്ല. നമ്മുടെ മുടിയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ടിപ്പിലൊക്കെ നന്നായിട്ട് കണ്ടീഷണർ അപ്ലൈ കൊടുക്കണം കേട്ടോ. കണ്ടീഷണർ അപ്ലൈ ചെയ്ത ശേഷം ഏകദേശം 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷമാണ് വാഷ് ചെയ്ത് കളയുന്നത്. ഇപ്പം ഞാൻ വീണ്ടും മുടി ഫ്രണ്ടിലോട്ടിട്ടിട്ട് വെള്ളം വെച്ച് കണ്ടീഷണർ ഒന്ന് കഴുകി കളയുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ കണ്ടീഷണറൊക്കെ കഴുകി കളഞ്ഞിട്ട് വെള്ളം ഒന്ന് ജസ്റ്റ് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പിഴിഞ്ഞെടുത്ത ശേഷം നമുക്ക് ഒരു ടവൽ വെച്ചിട്ട് മുടി ഒന്ന് ഒരു 5 മിനിറ്റ് ചുറ്റി വെച്ചേക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഹെയർ വാഷിങ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ മുടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ വെറ്റ് ഹെയർ ആയിരിക്കുമ്പോൾ എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഒരു CG ചെയ്ത ലുക്കാണ്. ഡ്രൈ ആകുമ്പോഴും ഇങ്ങനെ തന്നെ കിടക്കും കേട്ടോ. ഞാനൊരു ലിവിങ് ക്രീമോ ജെല്ലോ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ എനിക്ക് മാനേജ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ ഒരു കേൾസൊക്കെ ഇങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെ തന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ഞാനത് ചെയ്യത്തില്ല. കാരണം ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ വരുമ്പോഴേ ഞാൻ CG ചെയ്യാറുള്ളത്. ഇപ്പോൾ CG ചെയ്തൊരു ലുക്കുണ്ട്. ശരിക്കും നിങ്ങൾ കണ്ടല്ലോ, ഞാൻ CG അല്ല ചെയ്തേ, ഹെയർ വാഷ് ചെയ്തതാണ്. അപ്പം ഇനി ഈ ഹെയർ ഒന്ന് ഉണങ്ങണം. അപ്പം ഞാൻ ഡ്രയറോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഫ്രിസി ഹെയർ ഉള്ളവർ ഒരിക്കലും ഡ്രയറോ കാര്യങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഹെയർ ഒന്നും കൂടെ ഒന്ന് ഫ്രിസിയാക്കും ഡ്രയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. എപ്പോഴും ഫ്രിസി ഹെയർ ഉള്ളവർ നമ്മുടെ ഹെയർ നാച്ചുറലായിട്ട് ഉണങ്ങാനായിട്ട് വിടണം. അതാണ് നമ്മുടെ ഹെയറിന് ഒന്നും കൂടെ ഹെൽത്തിയും നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു ടെക്സ്ചർ, അതായത് നമ്മുടെ ഹെയറിൻ്റെ മോയ്സ്ചറൊക്കെ ലോക്ക് ചെയ്ത് കറക്റ്റ് ആ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഹെയർ നാച്ചുറലായിട്ട് തന്നെ നമ്മൾ ഉണങ്ങാൻ വിടണം. അപ്പോൾ ഞാൻ ഇനി എൻ്റെ ഹെയർ ഒന്ന് നാച്ചുറലായിട്ടൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയ ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോഴത്തെ ആ ഒരു ഹെയറിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നും. അത് കഴിഞ്ഞ് നമ്മുടെ ലോറിയലിൻ്റെ ക്രീം അപ്ലൈ ചെയ്യുമ്പോഴുള്ള ആ ഒരു ചേഞ്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹെയറൊക്കെ ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഞാനൊന്ന് ഡീറ്റാങ്കിളിങ് ചെയ്തായിരുന്നേ മുടി. അപ്പം ഫസ്റ്റ് ഞാൻ ക്രീം ഇടുന്നതിന് മുന്നേ ഹെയർ സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും ഹെയർ സിറം മസ്റ്റാണ് ഫ്രിസി ഹെയറിന്. അപ്പം ഹെയർ സിറം മാക്സിമം അപ്ലൈ ചെയ്യാൻ തന്നെ ട്രൈ ചെയ്യുക. ഞാൻ സ്ട്രീക്സിൻ്റെ ഹെയർ സിറമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ വലിയ ബോട്ടിൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ 2-3 ബോട്ടിലുണ്ടായിരുന്നു, അതാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ സ്ട്രീക്സിൻ്റെ ഹെയർ സിറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 3-4 ഡ്രോപ്സ് എടുത്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ മുടിയിൽ നന്നായിട്ട് ഈ സിറം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയിൽ ഞാൻ സിറം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഡീറ്റാങ്കിൾ ചെയ്തെടുക്കാം ഒന്നും കൂടി. അപ്പോൾ മുടി ഞാൻ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഇട്ടൊന്ന് ഡീറ്റാങ്കിളിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ സാധാരണ അല്ലാത്ത ഹെയർ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഷാമ്പൂ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മുടി ഇങ്ങനെ അല്ല കേട്ടോ, ഇങ്ങനെ അങ്ങ് പൊന്തിയിരിക്കും. അത് കേളി ഫ്രിസി ഹെയർ ഉള്ളവർക്കൊക്കെ അത് മനസ്സിലാകും.
ഷാമ്പു വാഷ് ചെയ്യുമ്പം എന്നെപ്പോലത്തെ ഹെയർ ഉള്ളവരുടെ ഹെയർ ഇങ്ങനെ ഒതുങ്ങി കിടക്കത്തില്ല. ഇപ്പം നല്ല പോലെ ഒതുങ്ങി കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ക്രീമും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഈ ഒരു മോയ്സ്ചറൈസ് ലോക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 3 ദിവസം നമ്മുടെ ഹെയർ ഇങ്ങനെ തന്നെ നല്ല മോയ്സ്ചർ ഇങ്ങനെ ലോക്ക് ചെയ്ത് നല്ല ഒരു ടെക്സ്ചറിൽ ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ ഈ ഹൈലറോണിൻ്റെ ഹൈഡ്രാ ഫില്ലിംഗ് നൈറ്റ് ക്രീം ഞാനൊന്ന് അപ്ലൈ ചെയ്യുവാണേ. ഇത് കയ്യിൽ ഞാൻ അല്പം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണ്ട കേട്ടോ, ഹെയറിൽ മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല വിസിബിളായിട്ട് തന്നെ റിസൾട്ട് ഇതിൽ കാണാം, എത്രത്തോളം നമ്മുടെ ഹെയർ ഇപ്പോൾ ഹൈഡ്രേറ്റ് ആയിട്ടിരിപ്പുണ്ടെന്ന് കണ്ടോ. നേരത്തെക്കാളും കുറച്ചും കൂടെ ഒന്ന് മോയ്സ്റ്റ് ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു 3 ദിവസം ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. നല്ല രസമായിരിക്കും നമ്മുടെ ഹെയർ കാണാനും, അതുപോലെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാനും നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഫ്രിസി ഹെയർ ഉള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ഈ ലോറിയലിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ്. എല്ലാവരും പറ്റുന്നവരൊക്കെ വാങ്ങി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വിസിബിൾ റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നത്. എൻ്റെ മുടി ശരിക്കും ഡ്രൈ ആയ ശേഷമാണ് ഞാൻ ഈ ഒരു ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ പ്രോഡക്റ്റ്. അതുപോലെ നല്ല നമ്മുടെ മുടിയുടെ ടെക്സ്റ്റൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് മാറ്റിക്കളയും കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ 3 days, അതായത് 72 hours ശരിക്കും ഈ മോയ്സ് നമുക്ക് ലോക്ക് ചെയ്ത് നല്ല മാനേജബിളായിട്ട് നമ്മുടെ മുടി വച്ചിരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.